ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അറൈവൽ എന്ന ഫിലിമിനെ കുറിച്ചാണ്. അറൈവൽ കഴിഞ്ഞ ഡിസംബറിൽ റിലീസ് ചെയ്ത ഫിലിമാണ്. അപ്പോൾ ഇതൊരു സയൻസ് ഫിക്ഷൻ ഫിലിമാണ്. അപ്പം ഇത്തവണത്തെ ഓസ്കാർ നോമിനേഷൻ കിട്ടുകയും അതുപോലെ തന്നെ മറ്റധികം അനേകം അവാർഡ്സും പിന്നെ നോമിനേഷൻസും കിട്ടിയ ഒരു ഫിലിമായിരുന്നു അറൈവൽ. അപ്പോൾ നമുക്കറിയാം ഇതൊരു എന്താ പറയുക, ഇൻഡർസ്റ്റെല്ലാറിന് ശേഷം അത്ര ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യത്തക്ക ഒരു സയൻസ് ഫിക്ഷൻ ഫിലിം പിന്നെ നമുക്ക് പരിചയമില്ലായിരുന്നു. അപ്പോഴാണ് ഈ അറൈവൽ എന്നുള്ള ഫിലിം റിലീസാകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എടുത്ത് പറയാം, ഇത് ഒരു നോർമൽ അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ളൊരു സയൻസ് ഫിക്ഷൻ ഫിലിമല്ല. അത് നറേഷൻ കൊണ്ടും മേക്കിംഗ് കൊണ്ടും വളരെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്ന ഒരു സയൻസ് ഫിക്ഷൻ ഫിലിമാണ്. അപ്പം പക്ഷേ തീം നമ്മൾ കേട്ട് പഴകിയ തീം തന്നെയാണ്. ഏലിയൻസും മനുഷ്യരും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ളൊരു എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് തന്നെയാണ് ഇതിനകത്തും ഡിസ്കസ് ചെയ്യുന്നൊരു തീം. പക്ഷേ അത് പ്രസൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നറേറ്റ് ചെയ്യുന്ന രീതിയിൽ വളരെ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഈ ഫിലിമിനെ മറ്റ് സയൻസ് ഫിക്ഷൻ ഫിലിമുകളിൽ നിന്ന് മാറ്റിയെടുക്കുന്നത്. ഈ അറൈവൽ അതേ തീമിൽ വന്നൊരു ഫിലിം പണ്ട് റിലീസായിട്ടുണ്ട്. അതായത് കോണ്ടാക്ട് എന്നാണ് ആ ഫിലിമിൻ്റെ പേര്. ഇതുപോലെ തന്നെ ഏലിയൻസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ, അവരുമായിട്ടുള്ള ഫസ്റ്റ് കോണ്ടാക്ട്, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ആ ഫിലിമിലും ഡിസ്കസ് ചെയ്യുന്ന ഒരു തീം. അപ്പോൾ അതേ തീമിൽ തന്നെയാണ്, അതേ തീമിൽ നിന്ന് തന്നെയാണ് ഈ അറൈവലും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇനി നമുക്ക് ഈ ഫിലിമിൻ്റെ ഡയറക്ടറിനെ കുറിച്ച് പറയാം. ഈ ഫിലിം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഡെന്നിസ് വിനെല്ലോ എന്ന ഡയറക്ടറാണ്. പുള്ളിക്കാരൻ്റെ ഇതിനു മുമ്പുള്ള ഫിലിംസ് എന്ന് പറഞ്ഞാൽ എനിമി, സിക്കാറിയോ, പ്രിസണേഴ്സ് എന്നിവയൊക്കെയാണ്. അപ്പം ഈ എല്ലാ ഫിലിംസും ക്രിട്ടിക്കൽ അക്ലെയിം കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ ഈ അറൈവൽ ഇറങ്ങുന്നതിന് മുമ്പ് വളരെയധികം ആൾക്കാർ ആകാംക്ഷയോടെ കാത്തിരുന്നതായിരുന്നു പുള്ളിക്കാരൻ്റെ ഈ ഒരു സയൻസ് ഫിക്ഷൻ ഫിലിമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് അടുത്ത ഫിലിമും ഒരു സയൻസ് ഫിക്ഷൻ ഫിലിമാണ്. ബ്ലേഡ് റണ്ണർ 2014 എന്നുള്ളത് പണ്ടിറങ്ങിയ ബ്ലേഡ് റണ്ണറിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ സംസാരിക്കാൻ നമുക്ക് ഫിലിമിലെ കാസ്റ്റിനെ കുറിച്ചാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് അക്കാഡമി അവാർഡ് കിട്ടിയ ആമി അഡംസ് ആണ്. പിന്നെ സപ്പോർട്ടിംഗ് റോൾ വരുന്നത് ജെർമി റണ്ണറിനെ എല്ലാവർക്കും പേര് പറഞ്ഞാൽ അറിയില്ല, പക്ഷേ വേറൊരു ക്യാരക്ടറിനെ പറഞ്ഞാൽ ചിലപ്പോൾ അറിയാം. അവഞ്ചേഴ്സ് ഫിലിമിലെ ഹോക്കയുടെ റോൾ ചെയ്യുന്നത് ജെർമി റണ്ണറാണ്. അപ്പോൾ അടുത്തത് പിന്നെ വേറൊരു സപ്പോർട്ടിംഗ് റോൾ വരുന്നത് ഫോറസ്റ്റ് വിറ്റേക്കറാണ്. ഇനി ഈ ഫിലിമിൻ്റെ തീമിലേക്ക് ഞാൻ പോവാം. പ്ലോട്ടിലേക്ക് ഞാൻ പോവാം. പ്ലോട്ട് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ആമി അഡംസിൻ്റെ ക്യാരക്ടർ ഒരു യൂണിവേഴ്സിറ്റിയിലെ സിംബോളജിസ്റ്റാണ്. ഇതിനകത്ത് ഫിലിം തുടങ്ങുമ്പോൾ ആദ്യം പുള്ളിക്കാരുടെ ക്യാരക്ടറിനെ കുറിച്ച് ഇവൻറ്റ്സ് കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരുടെ ലൈഫിലുണ്ടായ കുറച്ച് ഇൻസിഡൻസ് കാണിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം ഇത് കാണിക്കുന്നത് എന്തിനാണെന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷൻ വരും. പക്ഷേ പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് തീമുമായിട്ട് അല്ലെങ്കിൽ കഥയുമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണെന്നുള്ളത് പിന്നെയാണ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഫിലിം തുടങ്ങുമ്പോൾ ഈ ഏലിയൻസ് ഭൂമിയിലേക്ക് വരുന്നതും 12ഓളം ഏലിയൻ ഷിപ്പുകൾ ഭൂമിയിൽ വന്ന് ലാൻഡ് ചെയ്യുന്നതും. അപ്പോൾ ഫോറസ്റ്റ് വിറ്റേക്കറിൻ്റെ ക്യാരക്ടർ ഒരു ആർമി ജനറലാണ്. പുള്ളിക്കാരൻ വന്നിട്ട് ആമി അഡംസിനോട് പറയുകയാണ്, നിങ്ങൾ ഏലിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവരുടെ ഭാഷ ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കണം, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ ഇൻറ്റൻഷൻ എന്താണ്, അവരുടെ ഉദ്ദേശം എന്താണ്, എന്തിനാണ് അവർ ഭൂമിയിലേക്ക് വന്നത്, നമ്മളെ അറ്റാക്ക് ചെയ്യാനാണോ, നമ്മളെ കീഴ്പ്പെടുത്താനാണോ, അത് നമ്മളെ സഹായിക്കാനാണോ എന്നുള്ളത് അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആമി അഡംസിനെ ഏൽപ്പിച്ചേക്കുന്ന ജോലി. അപ്പം ഈ ഫിലിമിൽ ഒരു 90% ഇതിനകത്ത് ആക്ഷൻ എന്ന് പറയുന്നത് വളരെ മിനിമലാണ്. കാരണം ഇതിനകത്ത് ഒരു ഏലിയൻസുമായിട്ട് എങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ ഫിലിമിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആക്ഷൻ വളരെ മിനിമലാണ്. അതുകൊണ്ട് ഗ്രാഫിക്സും വളരെ മിനിമലാണ്. ഇതിനകത്ത് ഏലിയൻസിൻ്റെ ഷിപ്പ് കാണിക്കുന്ന ആദ്യത്തൊരു 1.25 ഭാഗം തന്നെ ഇതിനകത്ത് അവരുടെ ഷിപ്പ് കാണിക്കുന്നതും അല്ലാതെ മറ്റും കുറച്ച് വളരെ മിനിമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഗ്രാഫിക്സ് അല്ലെങ്കിൽ VFX യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഏലിയൻസുമായിട്ട് മുഖാമുഖം വരുമ്പോൾ ഉള്ളൊരു സീക്വൻസിൽ മാത്രമാണ് ഇതിനകത്ത് കുറച്ചധികം ഗ്രാഫിക്സ് യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി തീം പറയാൻ പോയാൽ ഇത് അതിൻ്റെ സസ്പെൻസ് ഉൾപ്പെടെ പറയേണ്ടി വരും. അപ്പോൾ അതൊരു സ്പോയിലർ ടോക്കാണ്. അത് ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ചിലപ്പോൾ അത് ആ ഫിലിം കാണുമ്പോൾ നല്ല കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു തീമാണ്. അതുകൊണ്ട് തന്നെ വേറൊരു വീഡിയോ അതിനെക്കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഇനി ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫിലിമിൽ സിനിമാറ്റോഗ്രഫിയാണ്. സിനിമാറ്റോഗ്രഫിയും മ്യൂസിക്കുമാണ്. ഇപ്പോൾ സിനിമാറ്റോഗ്രഫി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു പർട്ടിക്കുലർ സീക്വൻസ് ഉണ്ട്, ഒരു പർട്ടിക്കുലർ ഷോട്ടുണ്ട്. ഇതിനകത്ത് ഏലിയൻസിൻ്റെ ഷിപ്പ് കാണിക്കുമ്പോൾ
ഏകദേശം 1 കിലോമീറ്റർ ദൂരെ നിന്ന് തന്നെ ഈ ഷിപ്പിലേക്ക് ചുറ്റും കറങ്ങി ഒരു കാണിക്കുന്നതായിട്ടൊരു സീക്വൻസ് ഉണ്ട്. ആ ഒരു സീക്വൻസ് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ആ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ്. കാരണം ആ ഒരു ഫിലിമിലുടനീളം ഇതിനകത്ത് ആ ഒരു ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഡയറക്ടറിൻ്റെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം. കണ്ടുകൊണ്ടിരിക്കുന്ന എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ എന്നുള്ളൊരു ഒരു റേഞ്ചിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് മ്യൂസിക്കും, ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെയധികം ഫിലിമിൻ്റെ മൂഡുമായിട്ട് സിങ്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ, വളരെ വല്ലാത്തൊരു ടെൻഷൻ അല്ലെങ്കിൽ ബിൽഡപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ ഏലിയൻസ് വേറെ ആക്ഷനൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് വളരെയധികം ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നൊരു ഫിലിമാണ്. സോ ഇതാണ് എൻ്റെ തോട്ട്സ് അബൌട്ട് ദ മൂവി അറൈവൽ. അപ്പം നിങ്ങൾ ഈ ഫിലിം കണ്ടു നോക്കണം. കാരണം ഇത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. നോർമൽ സയൻസ് ഫിക്ഷൻ ഫിലിമിൽ നിന്നെല്ലാം നമ്മൾ കേട്ട് കണ്ടുകൊടുത്ത ഒരു സയൻസ് ഫിക്ഷൻ ഫിലിമിൽ നിന്നെല്ലാം വ്യത്യാസപ്പെട്ട് എന്തുകൊണ്ടാണ് ഈ ഫിലിം ഇത്രയധികം ആൾക്കാരെ പ്രശംസിക്കാൻ കാരണം എന്താണെന്നുള്ളത് നമുക്ക് ഈ ഫിലിം കാണുമ്പോഴേ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഇത് കണ്ടു നോക്കുക. നിങ്ങൾ ക്രിസ്റ്റഫർ നോളൻ്റെ ഇൻട്രസ്റ്റെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ട് നമുക്ക് അറൈവൽ ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. പിന്നെ എല്ലാവരും ഇത് പുതിയതായിട്ട് തുടങ്ങിയ ചാനലാണ്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം, എല്ലാവരുടെയും എന്താ പറയുക ബ്ലെസ്സിങ്സ് വേണം. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഫിലിംസ് ഞാൻ റിവ്യൂ ചെയ്യാം, ഫിലിംസിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യാം. സോ നന്ദി.